ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്ത. ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. ഗൃഹനാഥൻ സജീവന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും SP പറഞ്ഞു. ഇതൊരു ആത്മഹത്യയായിട്ടാണ് മനസ്സിലാവുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇൻക്വസ്റ്റ് നടപടികളാണ് ആരംഭിക്കും. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും. എന്താണ് കാരണം? എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത തന്നെയാണ് കാരണമായിട്ട് മനസ്സിലാവുന്നത്. സൂസൈഡ് നോട്ടുണ്ട്, സാമ്പത്തിക ബാധ്യതയായിട്ടാണ് മനസ്സിലാവുന്നത്. ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തിലുള്ള CC മുടങ്ങിയതുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രഷർ വന്നാണ് കാരണം. വാഹനം പണയപ്പെടുത്തി പണം വാങ്ങിയതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് നിരന്തരം ഭീഷണിയുണ്ടായിരുന്നതായി സജീവന്റെ പിതാവ് മോഹനൻ പറഞ്ഞു. വണ്ടിക്ക് ഫൈനാൻസ് 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി CC അടയ്ക്കുന്നുണ്ട്. മാസം 2 മാസത്തെ കുടിശ്ശിക വന്നെന്ന് അയാൾ വിളിച്ച് കണ്ടമാനം തെറി വിളിച്ച് ഇലപ്പാറക്കാരനതിൻ്റെ അവൻ വിളിച്ച് തെറി വിളിച്ച് എന്നെയും വിളിച്ച് പണി സമയത്ത് ഒരു 5-6 കോളി വിളിച്ചിട്ട് എൻ്റെ തെറി വിളിക്കാൻ ഭീഷണിപ്പെടുത്തുവാനും ഞങ്ങളെ അതിൻ്റെ ഫൈനാൻസുകാരെ ഞങ്ങളെ വിളിച്ച് തെറിക്ക് താനൊക്കെ മുന്നേ ഏലപ്പാറ എന്തൊക്കെ പറഞ്ഞെന്നറിയോ. ഉച്ചയ്ക്ക് ഇന്നലെ 3 ട്രിപ്പാണ് വിളിക്കേണ്ടത്. ഇന്ന് വിളിച്ചില്ല. ഞാൻ ഈ 30-ാം തീയതി തന്നെ പൈസ തന്നേക്കാൻ ഞാൻ വീട് വിറ്റ് തരാമെന്ന് പറഞ്ഞാൽ താൻ വിൽക്കണമെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, കടബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യ എന്നുള്ളത് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. വലിയ സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം എന്നുള്ളതാണോ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പറയുന്നത്? അനുജ, സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനി ഈ ആത്മഹത്യയിലേക്ക് എങ്ങനെയാണ് നടക്കുന്ന കാര്യങ്ങൾ ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ തന്നെ എന്നത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നാണ് ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് പറഞ്ഞത്. സജീവന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നതും SP നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. കുടുംബം പറയുന്നത്, അതായത് പിതാവ് പറഞ്ഞത്, വാഹനം പണയപ്പെടുത്തി പണം വാങ്ങിയതിന്റെ തിരിച്ചടവ് മുടങ്ങി, അതിനെ തുടർന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തലുണ്ടായിരുന്നു എന്നുള്ളതാണ്. സജീവിന്റെ പിതാവ് മോഹനനാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഇന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ആത്മഹത്യ തന്നെ എന്നത് പോലീസ് സ്ഥിരീകരിച്ചു. 2 കൊച്ചു കുട്ടികൾ, ഒപ്പം അച്ഛനും അമ്മയും, ഈ 4 പേരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഉപ്പുതറയിൽ കണ്ടെത്തിയത്. അത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഉള്ള ആത്മഹത്യ എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. വലിയ സമ്മർദ്ദം അനുഭവിച്ചിരുന്നു ഈ കുടുംബം എന്നതാണ്. വാഹനം പണയപ്പെടുത്തി പണം വാങ്ങിയതിന്റെ തിരിച്ചടവ് മുടങ്ങി, അതിനെ തുടർന്ന് നിരന്തരം ഭീഷണിയുണ്ടായിരുന്നു എന്നത് സജീവിന്റെ പിതാവ് മോഹനനും പറയുന്നു. രാഹുൽ പറയും. അനുജ, സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാണ് ഈ കുടുംബത്തിൻ്റെതെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു വ്യക്തത വരേണ്ടത്. 6 വയസ്സുള്ള കുട്ടികളെ ശേഷമാണ് ഈ ഭർത്താവ് സജീവനും ഭാര്യയും എന്നുള്ളതായിരുന്നു. ഉപ്പുതറയിലാണ് ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ തന്നെയാണ്. കടബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യ. അച്ഛനും അമ്മയും, ഒപ്പം 4-6 വയസ്സുള്ള 2 കൊച്ചു കുട്ടികൾ. ഈ കുട്ടികളുടെ മരണം ഏത് തരത്തിലേക്കാണ് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്.